ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പതിവ് പോലെ തന്നെ നമ്മുടെ രാവിലത്തെ ജോലികൾ ആരംഭിച്ചിരിക്കണ്. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണം കേട്ടോ. പിന്നെ കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇലയാണ്. ഇന്നലെ മഴയൊക്കെ പെയ്ത് നല്ലോണം മഴയത്ത് കുതിർന്ന് നനഞ്ഞ് നിൽക്കുന്ന കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. പനിയൊക്കെ മാറിക്കണം കേട്ടോ. സൗണ്ടൊന്ന് ശരിയായി വരാനുണ്ട്. അപ്പം ശരിയായി വരുന്നവരെ വീഡിയോ ഇടാതെ കാത്തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നുണ്ടാക്കുന്നത് റവ ഉപ്പുമാവാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ സവാളൊക്കെ കഴിഞ്ഞിക്കണം. അപ്പം ഇല്ല ചെറിയുള്ളി വെച്ചിട്ടാണ് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇല്ലിയിൽ നോക്കിയിട്ടുള്ള വലിയത് നോക്കിയാണ്ട് എടുത്തിക്കണത്. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചട്ടിക്ക് തന്നെയാണ് അരിഞ്ഞ് കൂട്ടണം കേട്ടോ ഉള്ളിയൊക്കെ. അപ്പോഴേക്കും നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ തളിച്ചിക്കണേ. അപ്പം ഇനി പൊടിയൊക്കെ ഇട്ടൊന്ന് വാങ്ങിക്കട്ടെ. ചായയൊക്കെ റെഡി ആയപ്പോഴേ ചായ കുടിക്കാനൊരു പൂതി. അപ്പം എന്നാൽ വിചാരിച്ച ആദ്യം ചായ കുടിച്ചിട്ട് പിന്നെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇവിടെ ബിസ്ക്കറ്റും ചായയും കുടിക്കുകയാണ് കേട്ടോ. ചായടി കഴിഞ്ഞപ്പോഴത്തേനും ഇതിൽ ചട്ടിയിൽ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച കാര്യം മറന്നു കേട്ടോ. കൗത്തി പിടിച്ച് കാണാൻ കേട്ട് അടുപ്പത്തേക്ക് വെച്ചത് ആ ഉള്ളിയൊക്കെ പോയി. അപ്പോൾ പറ്റണതൊക്കെ നല്ലതൊക്കെ പോയി എടുത്ത്, പിന്നെ അല്ലാത്തതൊക്കെ ഇങ്ങോട്ട് കളഞ്ഞു കേട്ടോ. ഇടയ്ക്ക് ഇതേപോലെ അബദ്ധമൊക്കെ പച്ചലുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. ഊരിത്തരാ 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 ഊരിത്തരാ. ചൊവ്വാഴ്ച കാണാൻ പോകട്ടെ, നോക്കട്ടെ. ആ ഊരിത്തരാ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ ഉപ്പുമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ അജു കുറച്ചൊക്കെ വെള്ളം മുക്കിയൊക്കെ ചിന്തിയൊക്കെ ബാക്കി വെച്ചത്. അപ്പം അജു മുകളിൽ ഓനക്ക് കഴിയണതൊക്കെ ഓന് മുക്കി ചിന്തിയിട്ടുണ്ടേനി കേട്ടോ. ബാക്കി കുറച്ചൊരു പകുതി വെള്ളം ഇനിയും ഉണ്ടേനി. അപ്പം വെയിലില്ലാത്ത സമയത്തെ ഈ വക പരിപാടികളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ രാവിലെ വേഗം ചായയും കടിയാക്കി വെച്ചിട്ട് ഞാൻ ഇതിനിറങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ വീണ്ടും അടിച്ചു വരാനായിക്കണം കേട്ടോ. എന്നാളെ നമ്മൾ ഇമ്മയൊക്കെ വന്നെന്ന് നല്ലൊരു അടിച്ചുവാരലൊക്കെ പാസ്സാക്കിയതല്ലേനു. പക്ഷേ പിന്നെ പാര പറ്റിട്ടാൻ വേണ്ടിയിട്ട് ആകെ കല്ലൊക്കെ പൊടിച്ച് ആകെ വീണ്ടും അലമ്പാക്കിയിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം അതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കണം. ഈ ഭാഗത്തൊന്നും കാണില്ലല്ലേ, ഇരുട്ട് പോലെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഡ്രമ്മ് താഴത്തേക്ക് തന്നെ ഇറക്കി കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. വെയിൽ കൊണ്ട് കണ്ട് പൊട്ടി കയറണ്ടല്ലോ. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ഒരു കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടേ അത് കുത്തിച്ചാരിയൊക്കെ വെച്ചതേന് കേട്ടോ. ഈ ഹോളോ ബ്രിക്സൊക്കെ അതൊന്നും എടുത്ത് മാറ്റിയിട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് അവിടേക്ക് ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ഭാഗം ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചതേന് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഒരു ഹോളോ ബ്രിക്സ് തന്നെയാണ് ചാരി വെച്ച് കൊടുത്തിന് കേട്ടോ. അത് തമ്മിൽ ഒട്ടി പിടിച്ചിക്കണേ. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, പക്ഷേ നടക്കണില്ല.
അപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിനി. അപ്പോൾ അത് ഒക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളമൊക്കെ കൊണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടുതൽ തളിക്കാനും പറ്റൂല, കാരണം സിറ്റ് ഔട്ടിൽ കുറച്ച് സിമെൻ്റൊക്കെ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ടേ, അപ്പോൾ അതൊക്കെ നനച്ച് കാണി കേടെടുത്താനും പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ തിണ്ടത്തൊക്കെ ഒന്ന് വെല്ലൊന്ന് നനച്ച് ഇതാക്കിയിട്ട് അവിടെ നിന്ന് അടിച്ചാരി വൃത്തിയാക്കിയിടണം കേട്ടോ. മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കണ ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ പൊടിയാൽ ആയി ഇങ്ങനെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ മുറ്റം അടിച്ചു വാരി കൊണ്ട് വൃത്തിയാക്കുന്ന സമയത്താണ് വേറൊരു ബോധോദയം വന്നത്. അപ്പോൾ അവിടെ നമ്മുടെ മുന്നിലെ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് നിറക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ മുന്നിലിങ്ങനെ മുട്ടയായി കിടക്കണം കണ്ടപ്പോൾ ഒരു ഇടങ്ങേറ്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ അങ്ങോട്ട് തന്നെ തിരിച്ചിടുകയെന്ന് വിചാരിച്ച്. അപ്പോൾ ചെടികളൊക്കെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് അത്യാവശ്യത്തിന് നനവൊക്കെ കിട്ടിയപ്പോൾ ഉഷാറായി വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങോട്ട് തന്നെ മാറ്റിക്കൊണ്ടെന്ന് വെച്ചിരിക്കണ്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് കൂടെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ റവ ഉപ്പുമാവൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ. സിനിമോന് കഫക്കെട്ട് കുറവില്ല, അപ്പോൾ ഓന് കഫക്കെട്ടിൻ്റെ മരുന്ന് കഴിഞ്ഞും ചെയ്തിനി. അപ്പോൾ ഓനൊന്ന് കാട്ടണം, കുട്ടിക്ക് പനിയാണ്. അപ്പോൾ ഓല് രണ്ടാളെയും കാട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ട് സിനുവിന് കഫക്കെട്ടിൻ്റെ മരുന്നൊക്കെ മാറ്റി തന്നിട്ടോ. പിന്നെ ആവി പിടിച്ചാൻ പറഞ്ഞിട്ടുണ്ടേനി, അപ്പോൾ ആവി പിടിച്ചാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ കുഞ്ഞുട്ടിക്ക് മരുന്നൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ആവിയൊക്കെ പിടിച്ച് തിരിച്ച് വീട്ടിൽ തന്നെ എത്തിട്ടോ. അപ്പോൾ കുഞ്ഞുട്ടി ചുക്ക് കാപ്പിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഉണ്ടാക്കി തരണം പറഞ്ഞിട്ട്. അപ്പം ഇനി അതൊന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇത് ഫുള്ളിടണ കുഞ്ഞുട്ടിയെ, ഫുള്ളിട്ട് ഉണ്ടാക്കണ. പിന്നെ എൻ്റെ വീഡിയോയും കാണുന്നുണ്ട് കേട്ടോ, അതാണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടത്. അരിച്ചിട്ടില്ല. അപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടേ കൊടുത്ത് ഇനി നമുക്ക് ചോറ് തീമിടണം. അതിന് ഞാൻ തീയൊക്കെ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ. ചോറിനുള്ള അരിയൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ വേഗം അലക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ.
അപ്പോൾ 2 ദിവസത്തെ ഉണ്ട് അലക്കാൻ, ഇന്നലത്തതും ഇന്നത്തതും. അപ്പോൾ ഇനിയൊന്നും കൂട്ടി വെച്ചാൽ നാളേക്ക് ഡബിൾ ഇരട്ടിയാവും. അപ്പോൾ പിന്നെ വേഗം അലക്കിയിടട്ടെ. അലക്കൽ ഫുള്ളായിട്ടൊന്നുമില്ല, ഒരു പകുതി ആയപ്പോൾ തന്നെ നമ്മുടെ ജനുമോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജനുമോനാണെങ്കിൽ ഇപ്പോൾ ചോറും കഞ്ഞിയും ഒന്നും കഴിക്കണില്ല. അപ്പോൾ ഒരാപ്പിൾ ഉണ്ടല്ലോ, ഒരിത്തിരി പഞ്ചസാരയും പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് കേട്ടോ. പാലൊന്നും ചേർത്തിട്ടില്ല, കഫ് കട്ടായതുകൊണ്ട്. അപ്പോൾ അത് കൊടുത്തു നോക്കിയതാണ്. അപ്പോൾ അതൊരു കുറച്ച് മാത്രം. ഫുഡ് അല്ലെങ്കിലേ കഴിക്കാൻ മടിയാണ്, ഇപ്പോൾ വയ്യായ്ക ആയതുകൊണ്ട് തീരെ ഫുഡ് കഴിക്കണില്ല കേട്ടോ. ഇന്നലെ മീൻ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ അത് കുറച്ച് ഫ്രിഡ്ജിൽ മസാലയൊക്കെ പറ്റി വെച്ചതേനി കേട്ടോ. അപ്പോൾ അത് എടുത്തോണ്ട് നിങ്ങൾ അത് പൊരിച്ചെടുക്കുകയാണെന്ന്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഷീറ്റുമ്മക്ക് ചറ പറ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ തേങ്ങയും പുളിയൊക്കെ ഇട്ടിട്ട് ഒരു നല്ല എരിവും ചൊടിയൊക്കെ ഉള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഇത് രണ്ടും തന്നെയാണ് ഇന്നത്തെ കൂട്ടാൻ. അപ്പോൾ കഞ്ഞി വേണ്ടവർക്ക് മീനും ചമ്മന്തിയും കൂട്ടി കഞ്ഞിയും കുടിക്കാം, ചോറ് വേണ്ടവർക്ക് ചോറിൽ കൂട്ടി കഴിച്ച് ചോറ് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് നല്ല മഴ ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുവാനാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ടേ. അപ്പം വയ്യാക്കിയൊക്കെ ഒന്ന് ശരിക്ക് ഒന്ന് മാറിയിട്ട് ഉഷാറായിട്ട് കുറച്ചൊക്കെ ലോങ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഇടാട്ടോ. ഇപ്പോൾ വയ്യായ്കൊക്കെ ആയതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് അങ്ങനെ അങ്ങനെ പോണത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.